ഇന്നത്തെ റെസിപ്പി ഒരു മുട്ട മസാല കറിയാണ്. അപ്പോൾ ഇത് ധാബ സ്റ്റൈലിലാണ് നമ്മൾ റെഡിയാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് മസാല കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചിക്കൻ കറീനേക്കാളും ബീഫ് കറീനേക്കാളും ടേസ്റ്റിയാണ് എഗ്ഗ് കറി. ഇതേപോലെ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടിയും പൊറോട്ടൻ്റെ കൂടിയെല്ലാം നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കടായിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് സവാള ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാനൊരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 2ഓ 3ഓ നിങ്ങൾക്ക് എടുക്കാം. ഇതിപ്പോൾ ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 3 പച്ചമുളകാണ്. 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്താൽ ഇത് സവാള നല്ലോണം വയന്ന് കിട്ടണം, നല്ല അടിഞ്ഞ് കിട്ടുക എന്നെല്ലാം പറയില്ല, അതേപോലെ നല്ലോണം വയന്ന് കിട്ടണം. എങ്കിൽ മാത്രമേ ഈ കറീൻ്റെ ഒരു എക്സാക്റ്റ് ടേസ്റ്റ് വരൂ. പിന്നെ ഇതിൽ കുറച്ച് സ്പൈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കണം. ധാബ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ കുറച്ച് സ്പൈസി ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്താൽ നമുക്ക് സവാള പെട്ടെന്ന് വയന്ന് കിട്ടും. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സവാള നല്ലവണ്ണം ഇവിടെ വയന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി, അതേപോലെ തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് തന്നെ മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാലയുടെ പൊടി. ഇനി ഈ എല്ലാ പൊടികളും കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മസാലയുടെ ആ ഒരു പച്ചമണം നല്ലോണം മാറി കിട്ടണം. ഈ മസാലയുടെ പച്ചമണം മര്യാദയ്ക്ക് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ സവാളയെല്ലാം നല്ലോണം വയന്ന് കിട്ടണം. അതാണ് ഈ കറീൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ കറി തയ്യാറാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ ഒരു വലിയ തക്കാളിയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വളരെ ചെറുതായി അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുതായി അരിഞ്ഞ് തക്കാളി ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് വയന്ന് കിട്ടും. അതേപോലെ തക്കാളി, സവാള ഇതെല്ലാം അടിഞ്ഞ് കിട്ടണം. ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ തക്കാളി നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇത് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ സവാള, തക്കാളി, മസാല ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നമുക്ക് തവി വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. എല്ലാം നല്ലോണം അടിഞ്ഞ് കിട്ടണം. ഞാൻ പറഞ്ഞല്ലോ ഇതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തവി വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 1/2 കപ്പ് മല്ലിയിലയാണ്. മല്ലിയില നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് മല്ലിയില കൂടുതൽ ഏത് കറിയിലിട്ടാലും. അപ്പോൾ ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസൂരി മെത്തിയാണ്. കസൂരി മെത്തി എന്ന് പറഞ്ഞാൽ ഉലുവയുടെ ഇലയാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അത് ഒരു പിടി എടുത്ത് ഇതേപോലെ കയ്യിലിട്ട് പൊടിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ശരിയായ ഫ്ലേവർ അതിൻ്റെ കിട്ടുള്ളൂ. അപ്പോൾ കസൂരി മെത്തി ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പക്ഷേ കസൂരി മെത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇടണം. കാരണം ഈ കറീൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. പിന്നെ ഇല്ലെങ്കിൽ കറി ഉണ്ടാക്കാണ്ടൊന്നും നിൽക്കണ്ട. ആ ഒരു ഫ്ലേവർ കിട്ടില്ല എന്നേ ഉള്ളൂ. എങ്കിലും ഈ കറിക്ക് ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കണം. കാരണം നമ്മളെ പച്ചമണം മാറിയ മസാലയിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. കാരണം അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ കറീൻ്റെ ടേസ്റ്റ് പോവും. പിന്നെ ഞാനിവിടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ മുട്ട ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മുട്ട ഞാൻ പുഴുങ്ങിയതിന് ശേഷം വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയെല്ലാം മുട്ടേൻ്റെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ പുഴുങ്ങിയ മുട്ട നമ്മൾ കത്തി കൊണ്ട് ജസ്റ്റ് വരഞ്ഞു കൊടുത്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കറി കംപ്ലീറ്റ് നമ്മുടെ മുട്ടയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ കറി മെല്ലെ കോരി അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലോണം, അതായത് മുട്ട കറീൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ
നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ നമ്മൾ വരഞ്ഞു കൊടുത്ത വരേൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു മസാലയെല്ലാം കയറിക്കോളും. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി കുറച്ചൊന്ന് വറ്റും. ആ ഗ്രേവി കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് 5 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒഴിച്ച കറിയിൽ നിന്ന് ഒരു 1/4 ഭാഗം വറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് കറക്റ്റ് ആ മസാലയെല്ലാം മുട്ടയിലേക്കും കൂടിയും പിടിച്ച് കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരും. ആ കസൂരി മെത്തീൻ്റെയും മല്ലിയിലയുടെ എല്ലാം ജീരകത്തിൻ്റെ എല്ലാം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിനുണ്ടാകുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇതിന്. നമ്മുടെ ചിക്കൻ കറീനേക്കാളും ബീഫ് കറീനേക്കാളും എല്ലാത്തിനേക്കാളും നല്ലൊരു ടേസ്റ്റ് ഇതിനുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.